മഹാത്മാഗാന്ധി സർവകലാശാലയിലെ എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ സാംസ്കാരിക വേദിയാണ് സമത. ഈ ക്യാമ്പസിലെ എല്ലാ അനധ്യാപക ജീവനക്കാരുടെയും സാംസ്കാരികവും കലാകായികവുമായിട്ടുള്ള ഇടപെടലുകൾക്ക് തുല്യമായ പ്രാതിനിധ്യവും അവസരവും കൊടുക്കുന്ന സംഘടനയാണ് സമത. 277 അഫിലിയേറ്റഡ് കോളേജുകൾ, റിസർച്ച് റെക്കഗ്നൈസ്ഡ് സെന്റേഴ്സ് ആയിട്ടുള്ള 199 എണ്ണം അവയിലുണ്ട്. 7 ഇന്റർ യൂണിവേഴ്സിറ്റി സെന്ററുകളുണ്ട്, 10 ഓട്ടോണമസ് കോളേജുകളുണ്ട്, 23 ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഈ സർവകലാശാലയുടെ കീഴിൽ. കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളൊക്കെ നോക്കുമ്പോൾ ദി ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്, ദ യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്, ടൈംസ് എമർജിംഗ് ഇക്കണോമിക് യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്, NIRF റാങ്കിങ്, ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്, ഈ മേഖലകളിലൊക്കെ തലയെടുപ്പോടുകൂടി നിൽക്കാനാവുന്ന നേട്ടമാണ് നമ്മുടെ ഈ സർവകലാശാല കൈവരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കേരള ഗവർണർ ചാൻസലേഴ്സ് അവാർഡ് എന്ന പേരിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ വിലയിരുത്തുന്നതിനും പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് 3 തവണ കരസ്ഥമാക്കിയ ഒരു മികച്ച യൂണിവേഴ്സിറ്റി കൂടിയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഈ സർവകലാശാലയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിന്റെ 14 ജില്ലകളിലും നിന്നുള്ള ജീവനക്കാര് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. 1300ഓളം പേര് ദിവസവും വന്ന് ജോലി ചെയ്ത് മനോഹരമാക്കുന്ന ഒരു ക്യാമ്പസാണ് ഇവിടെ. ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ മുതൽ പഴയ തലമുറയിലുള്ളവർ വരെ ഒരേ രീതിയിൽ അവരുടെ സേവനം സമൂഹത്തിന് നൽകുന്ന ഒരു നല്ല ജോലിയിടമാണ് മഹാത്മാഗാന്ധി സർവകലാശാല. തങ്ങൾക്ക് മുമ്പിലെത്തുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് സാധ്യമായ വേഗത്തിൽ, അത്രയും ഫലപ്രദമായി ആ സേവനം നൽകുക എന്നുള്ളതിൽ സർവകലാശാല ജീവനക്കാര് അവരുടെ ജോലിയിലുള്ള അന്തസ്സും ആഭിജാത്യവും ആത്മാർത്ഥതയും കൂറും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷകരമായിട്ടുള്ള വസ്തുതയാണ്. മഹാത്മാഗാന്ധി സർവകലാശാലയെയും അതിലെ ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി വളരെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് ജീവനക്കാരുടെ മനസാക്ഷിയുടെ അംഗീകാരം നേടിക്കൊണ്ട് ഇതിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ. സമതാ പുരസ്കാരത്തിനായിട്ട് സർവകലാശാലയിലെ 632 പേരാണ് വാലിഡ് ആയിട്ടുള്ള നാമനിർദ്ദേശങ്ങൾ തന്നത്. ഈ നാമനിർദ്ദേശങ്ങൾ തരുമ്പോൾ നമ്മൾ മുൻകൂറായി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എങ്ങനെയുള്ള ആളുകളെയാണ് നിങ്ങൾ നിർദ്ദേശിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ആവശ്യങ്ങളെല്ലാം ഒരു മൂല്യപരമായ ചിന്ത ജീവനക്കാർക്കിടയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. വലുപ്പച്ചെറുപ്പങ്ങളില്ലാതെ എല്ലാ ജീവനക്കാരോടും ഒരുപോലെ പെരുമാറുന്നവർ എന്നതായിരുന്നു നമ്മൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യപരമായ വിശേഷണം. പൊതുജനങ്ങളോടും അപേക്ഷകരായെത്തുന്ന വിദ്യാർത്ഥികളോടും മാന്യമായും ഉത്തരവാദിത്വത്തോടും പെരുമാറുന്നവരെ നിർദ്ദേശിക്കണം. മറ്റൊന്ന്, മതം, ജാതി, രാഷ്ട്രീയം, സംഘടനാ ബന്ധങ്ങൾ ഇതൊന്നും പരിഗണിക്കാതെ എല്ലാ ജീവനക്കാരോടും സമഭാവനയോടെ പ്രവർത്തിക്കുന്നവരെ നിർദ്ദേശിക്കണം എന്നത് മറ്റൊരു നിർദ്ദേശമായിരുന്നു. ജോലിയോട് നീതി പുലർത്തുന്നവർ 5 പേര് വീതം സഹപ്രവർത്തകരായും സഹപ്രവർത്തകകളായും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരിൽ നിന്നും ചില പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫൈനലായിട്ട് ഒരാളെ 2 ഗ്രൂപ്പിൽ നിന്നും തിരഞ്ഞെടുക്കും. നല്ല സഹപ്രവർത്തകനായി ഒരാളെ തിരഞ്ഞെടുക്കും, നല്ല സഹപ്രവർത്തക എന്ന നിലയ്ക്കും മറ്റൊരാളെയും തിരഞ്ഞെടുക്കും. ഇവരെല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു വിപുലമായൊരു ചടങ്ങിൽ സർവകലാശാലയ്ക്കും ജീവനക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു ദിവസം ആയി മാറ്റിക്കൊണ്ട് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് നടക്കും. ഏതൊരു യൂണിവേഴ്സിറ്റിയുടെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അവിടുത്തെ വിദ്യാർത്ഥികളാണ്, അവിടുത്തെ അധ്യാപകരാണ്, അവിടുത്തെ മറ്റ് സ്റ്റാഫ് അംഗങ്ങളാണ്. ഇവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം ആണ് ഏത് യൂണിവേഴ്സിറ്റിയെയും ഉന്നതിയിലേക്ക് നയിക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് പല വിധത്തിലുള്ള ഉന്നതികളും ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് മതിയോ എന്ന് ചോദിച്ചാൽ പോരാ.
നല്ലൊരു വർക്ക് കൾച്ചർ, അത് ഒരുപക്ഷെ നമ്മൾ വർക്ക് കൾച്ചർ എന്ന് നമ്മൾ പറയുമ്പോഴേ ഒരു 20 വർഷം 30 വർഷത്തെ ഒരു വർക്ക് കൾച്ചർ അല്ല നമ്മുടെ സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഈ ഓൺലൈൻ സൗകര്യങ്ങൾ സമയാസമയങ്ങൾ കൃത്യതയോടുകൂടി ചെയ്തു കൊടുക്കാൻ ഒരുപക്ഷെ രാവിലെ 10 തൊട്ട് 5 വരെയുള്ള അല്ലെങ്കിൽ 4:45 വരെയുള്ള ഒരു സമയം മാത്രം ഉപയോഗിച്ചാൽ പോരാ. നമ്മുടെ സമൂഹവും വിദ്യാർത്ഥികളും നമ്മളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ആ ഒരു പ്രതീക്ഷയിൽ ചെറിയ മാറ്റങ്ങൾ അല്ലെ പ്രതീക്ഷയിലുള്ള വ്യത്യസ്തത വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവരിൽ നിന്ന് അകലും, അല്ലെങ്കിൽ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് എന്താണോ വേണ്ടത്, നമ്മൾ അവരുടെ ഒരു ദാസർ അല്ലെങ്കിൽ അവരുടെ ഒരു സെർവൻറ്റ് എന്നുള്ള നമ്മുടെ, അതുകൊണ്ട് തന്നെ ആ സർവീസും സെർവൻറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് കൃത്യതയോടുകൂടി നമ്മൾ ഒരിക്കലും ബോസല്ല, നമ്മൾ ശരിക്കും സെർവൻസ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഉള്ള ഒരു വർക്ക് കൾച്ചർ നമ്മൾ വളർത്തിയെടുക്കുകയും ആ ഒരു രീതിയിൽ നമ്മൾ ജോലി ചെയ്തെങ്കിൽ മാത്രമേ സമൂഹം നമ്മളെ അംഗീകരിക്കുകയുള്ളൂ. ആ ഒരു രീതിയിൽ നമുക്കൊരു ഉന്നതി ഉള്ളൂ. ഒരു സ്ഥാപനത്തിന്റെ സേവനം എങ്ങനെ നൽകുന്നു എന്നുള്ളത് മാത്രമല്ല, സഹപ്രവർത്തകർ തമ്മിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത്, എത്രമാത്രം യോജിപ്പോടുകൂടി അവരുടെ ജോലികൾ നിർവഹിക്കുന്നു എന്നുള്ളത്, ഈ സമൂഹത്തിന്റെ മനസ്സിനോട് എത്രമാത്രം സത്യസന്ധത പുലർത്തുന്നു എന്നുള്ളത് ജോലി സംസ്കാരത്തിന്റെ, ജോലിയിടത്തിന്റെ പ്രത്യേകതയാണ്. തങ്ങൾക്ക് മുമ്പിൽ വരുന്നവരെ അനുഭാവപൂർവ്വം കേൾക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്നതിനും ഈ ജോലി സംസ്കാരം എന്ന് പറയുന്നത് ഒരു മുഖമുദ്രയായി സ്വീകരിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ജീവനക്കാർ. തങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്നവരെ സ്നേഹിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നന്നായിരിക്കുന്നു എന്ന് പറയാനും കൂടി അവർക്ക് ലഭിക്കുന്ന ഒരവസരമാണ് മികച്ച സഹപ്രവർത്തകനും സഹപ്രവർത്തകയ്ക്കും വേണ്ടി നൽകപ്പെടുന്ന ഈ പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് ജോലിയുടെ മികവിന്റെ പേരിൽ മാത്രമല്ല, സഹപ്രവർത്തകരെ കാണുമ്പോൾ കുശലം ചോദിക്കാനും വിശേഷം തിരക്കാനും പ്രചോദിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അവർ കാട്ടുന്ന മനസ്സിനു കൂടിയുള്ള ഒരു പ്രചോദനം എന്നുള്ള നിലയിലാണ് ഈ ഒരു പുരസ്കാരത്തെ എംപ്ലോയീസ് ഓർഗനൈസേഷൻ എന്ന സംഘടന കാണുന്നത്. ഞാൻ വളരെ സന്തോഷകരമായ ഒരു കാര്യം അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ സമത സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നല്ല സഹപ്രവർത്തകർക്കുള്ള ഒരു പുരസ്കാരം ഏർപ്പെടുത്തുകയും അവർ ഏകദേശം 632 വാലിഡ് എൻട്രിയിൽ നിന്നും തിരഞ്ഞെടുത്ത നല്ല സഹപ്രവർത്തകർക്കുള്ള പുരസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ അറിയിക്കുന്നത്. ഈ പുരസ്കാരം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. അത് അതിനെയും കടന്ന് മൂല്യത്തിൻ്റെ ഒരു നദിയായി ഈ സർവകലാശാലയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇനിയുള്ള നാളുകളിലും ആ മൂല്യപരമായ വിചാരങ്ങളിലൂടെ എല്ലാവരും ഇടപെടുന്ന ഒരു നല്ല ദിവസം വരും, നല്ല നാളുകൾ നമുക്കുണ്ടാകും. ആ നാളുകളിലേക്ക് മനസ്സും ശരീരവും ഉണർത്തുന്ന കുറേ ആളുകളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന സാന്നിധ്യമായിട്ട് ഓർഗനൈസേഷനും സമത സാംസ്കാരിക വേദിയും ഈ ക്യാമ്പസിൽ ഉണ്ടായിരിക്കും. നല്ല സഹപ്രവർത്തക, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ക്യാമ്പസിൽ സ്ത്രീ ജീവനക്കാരാണ് കൂടുതൽ. വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതുണ്ട്. തങ്ങളുടെ ജോലിക്കനുസരിച്ചുള്ള അംഗീകാരം, റെക്കഗ്നിഷൻ കിട്ടാത്ത അവസ്ഥകളും നിലനിൽക്കുന്നുണ്ട്. നല്ല സഹപ്രവർത്തക പുരസ്കാരത്തിനായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പേരുകൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അരവിന്ദ് കുമാർ സാർ ആ പേരുകൾ പ്രഖ്യാപിക്കുന്നതാണ്. 1 സോണി എസ് നായർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ 11 എക്സാം. 2 ഫരീജ മൊയ്തീൻ, സെക്ഷൻ ഓഫീസർ PD8 സെക്ഷൻ. 3 ശ്രീലത എൻ, ജോയിന്റ് രജിസ്ട്രാർ 4 എക്സാം. 4 രശ്മി ആർ, ക്ലറിക്കൽ അസിസ്റ്റന്റ് PD3 സെക്ഷൻ. 5 സ്നേഹ KS, സെക്ഷൻ ഓഫീസർ EI 35 സെക്ഷൻ. പുരസ്കാരങ്ങളിൽ അടുത്തതായി അറിയിക്കാനുള്ളത് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ പുരുഷന്മാരായ ജീവനക്കാരിൽ നിന്നും നല്ല സഹപ്രവർത്തകനായി ജീവനക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള 5 പേരുകളാണ്. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ, തിരഞ്ഞെടുക്കപ്പെട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള
5 ജീവനക്കാരുടെ പേരുകൾ നിങ്ങളെ അറിയിക്കും. ഒന്ന്, സജിത് സി മോഹൻ, സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ACB 6 സെക്ഷൻ. 2, സിബി മാത്യു, അസിസ്റ്റന്റ് രജിസ്ട്രാർ 6 അഡ്മിൻ. 3, അബ്ദുൽ അസീഫ് OM, ക്ലറിക്കൽ അസിസ്റ്റന്റ് CE സെക്ഷൻ. 4, ഡോക്ടർ അനിൽകുമാർ PK, സെക്ഷൻ ഓഫീസർ AD A5 സെക്ഷൻ. 5, ജോബ് CJ, ഓഫീസ് സൂപ്രണ്ടന്റ് IT സെൽ പ്രിന്റിംഗ് സെക്ഷൻ. ഇവർക്കെല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇത്തരം സംരംഭങ്ങൾ വീണ്ടും ഉണ്ടാകുന്നതും ആഗ്രഹിക്കുന്നു.